ശാന്തി നേടാൻ വന്ന ആൾക്കാരാണ്. ആ കർത്താവിൻ്റെ വചനം കേൾക്കാതെ ചുമ്മാ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം വന്നവരെ അഡ്രസ്സ് ചെയ്യാൻ ഈശോ തയ്യാറല്ല. അത് ഈശോയുടെ മനുഷ്യത്വത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയൊന്നുമല്ല. മറിച്ചെന്താണ്, അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറുള്ളവർ, കർത്താവിൻ്റെ വചനം കേൾക്കാൻ തയ്യാറുള്ളവരെ ആണ് ഈശോ ആ ജനക്കൂട്ടത്തെ കാണുമ്പോൾ എന്താണ് മർക്കോസ് 6:34 പറയണ, ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവർക്ക് അവനോട് അനുകമ്പ തോന്നി. അപ്പോഴേ എന്താ അനുകമ്പ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ കാര്യങ്ങൾ അവനെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ഭൗതികമായ ആവശ്യങ്ങളുണ്ട്, പക്ഷെ ആ ജനങ്ങൾക്ക് കർത്താവിൻ്റെ വചനം കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പം വചനം കേൾക്കാൻ താല്പര്യമുള്ളവർ ആരെയാണ് അന്വേഷിക്കുന്നത്? ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്. അപ്പം ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷിച്ചാൽ ഭൗതിക വിഷയങ്ങൾക്കെല്ലാം ഒരു സമാധാനം ദൈവം ഉണ്ടാക്കിക്കൊള്ളും. അതിനാണ് ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടിയിൽ ആൾക്കാരെന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ വചനങ്ങൾ. ഇപ്പം നിങ്ങൾ പള്ളിയിലെ ഏവങ്കലി എടുത്ത് മാറ്റിയിട്ട് അച്ഛനെ പ്രസംഗം കഴിഞ്ഞിട്ട് കുർബാനയ്ക്ക് പോകാമെന്ന് കോമഡിയും പ്രസംഗ കഥകളും പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാരെ പിടിച്ചിരുത്തേണ്ടത് ക്രിസ്തുവാണ് പിടിച്ചിരുത്തേണ്ടത്. ശരിക്കും പറഞ്ഞു നമ്മുടെ പൊളിച്ച തമാശകളല്ല പിടിച്ചിരുത്തേണ്ടത്. അങ്ങനെ പിടിച്ചിരുത്താൻ ജനങ്ങൾ അത് ജഡികരാണ്. നമുക്ക് ജഡികരെ ഇങ്ങനെ ഇക്കിളി കൊണ്ട് ചിരിക്കുന്ന ആൾക്കാരെ ഉണ്ടാക്കിയെടുത്തിട്ട് സഭയ്ക്ക് വല്ലതൊന്നും കാണിക്കാനില്ല. സഭയ്ക്ക് സാക്ഷികളെയാണ് കാണിക്കേണ്ടത്. അത് 10 പേരെങ്കിൽ 10 പേര് സാക്ഷികളാകണവർ. അതിനെന്താണ്, ചിലപ്പോൾ 1000 പേരോട് നമ്മൾ സംസാരിക്കും, 10 പേരെ നമുക്ക് ക്രിസ്തുവിന് അവരൊക്കെ കിട്ടത്തുള്ളൂ. ആ 10 പേരെ നമ്മൾ ഈ 1000 പേര് അഡ്രസ്സ് ചെയ്യണത്. പക്ഷെ അവർ വിശ്വാസത്തിൽ ചൈതന്യം പ്രാപിച്ചവരായിരിക്കും. അങ്ങനെ ഒരു എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര പ്രസംഗത്തിന് നിങ്ങൾ പള്ളിയിലെ പ്രസംഗം കഴിഞ്ഞിട്ട് പള്ളി കയറാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ, കാലാന്തരത്തിൽ അവർ ദ്രവിച്ച് പോണത് കാണാം. എന്താ കാര്യം? സംരക്ഷണം പോലും കിട്ടത്തില്ല. അവർക്കിതൊന്നും ആവശ്യമില്ല. ഇവർ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചുമ്മാ വന്ന് നിൽക്കണേ ഉള്ളൂ. കുറച്ച് പേര് അല്ലെന്ന് കുറച്ച് മനസ്സൊക്കെ വന്ന് ദൈവം കൃപ കൊടുത്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു വരും. കുറച്ച് പേര് ഒരുപ്പൊക്കെ പോവുകയും ചെയ്യും. അതൊക്കെ നമ്മളെല്ലാവരും ഇടവേ കാണുന്ന കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളൊന്നും അല്ലത്. അതുകൊണ്ട്